ബജാജ് തങ്ങളുടെ ജനപ്രിയ ബൈക്കായ പൾസറിന്റെ 400cc മോഡലുകളായ CS, SS എന്നിവ പ്രദർശിപ്പിച്ച് കയ്യടി നേടി. യു കാർ കോൺസെപ്റ്റ്, RE60 കാർ എന്നിവയും ബജാജിന്റെ പവലിയനിലുണ്ടായിരുന്നു. പ്രധാനമായും ടാറ്റ നാനോയുമായി മത്സരിക്കാവുന്ന രീതിയിലാണ് RE60 എന്ന കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സൺ തന്റെ വിവിധ മോഡലുകളുമായി മേളയ്ക്കെത്തി. സ്ട്രീറ്റ് 750 എന്ന 4 ലക്ഷം രൂപ വില വരുന്ന ബൈക്കാണ് മേളയിൽ വെച്ച് അനാവരണം ചെയ്യപ്പെട്ടത്. സുസുക്കിയുടെ ഇനാസുമ എന്ന 250cc ബൈക്കും ജിക്സർ എന്ന 155cc ബൈക്കും അവതരിപ്പിക്കപ്പെട്ടു. പിയാജിയോയുടെ വെസ്പ എസ്, ലിബർട്ടി, കാലിഫോർണിയ എന്നീ സ്കൂട്ടറുകളും അപ്രീലിയയുടെ സ്പോർട്ട് ബൈക്കും മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു. TVSന്റെ സ്കൂട്ടി പെപ്സസ്റ്റ്, ട്രയംഫ് എന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യയിലെത്തിച്ച വിവിധ മോഡലുകൾ, ജാപ്പനീസ് കമ്പനിയായ ടെറ മോട്ടോഴ്സിന്റെ കിവാമി എന്ന ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്, ഇങ്ങനെ ധാരാളം ഇരുചക്ര വാഹനങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. 2 വർഷമായി വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിക്ക് ഒരു ഉണർവ് നൽകാൻ ഡൽഹി ഓട്ടോ എക്സ്പോയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2014-15 വർഷങ്ങളിൽ ഇന്ത്യൻ നിരത്തുകളിൽ നിരവധി താരോദയങ്ങൾ നമുക്ക് ഈ എക്സ്പോ വഴി പ്രതീക്ഷിക്കുകയും ചെയ്യാം.